ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് ചോക്ലേറ്റ് ഡ്രൈവ്. ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നല്ല രുചിയോടെ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി 300 ഗ്രാം ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തത്. അത് നമുക്കൊന്ന് ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഒരു ലൈറ്റ് ചുവന്ന കളറാവണേ. അപ്പം അതിന് ഏകദേശം 3 മിനിറ്റോളം സമയം എടുക്കും. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. പായസത്തിലെ മറ്റ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ കൊത്താണൊന്ന്, പിന്നെ ശർക്കര പാനി, അതോടൊപ്പം തന്നെ 2 പാലെടുത്തിട്ടുണ്ട്. 1-ാം പാലുമുണ്ട്, 2-ാം പാലുമുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും അതോടൊപ്പം ജീരകവും ഏലക്കയും പൊടിച്ചതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിട്ട ഈ ചെറുപയർ പരിപ്പ് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചുവന്ന നിറായി കിട്ടണം, ലൈറ്റ് ചുവന്ന നിറായി കിട്ടണം. അപ്പോൾ ആ ചുവന്ന നിറാവുന്നത് വരെ നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പം നല്ല ചുവന്ന നിറായി, മീൻസ് ലൈറ്റ് മതി, ഓവർ ആവണ്ട, ലൈറ്റ് ചുവന്ന നിറാവട്ടെ. അതുവരെ നമുക്കൊന്നും കൂടി ഇളക്കിയെടുക്കാവേ. നമുക്ക് വിചാരിച്ച രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി എടുത്ത ചെറുപയർ പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അതിന് ഞാൻ കുക്കർ സ്റ്റൗ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ പരിപ്പ് ഇടുകയാണ്. നമ്മൾ നേരത്തെ ഇട്ട ചെറുപയർ പരിപ്പിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന ചെറുപയർ പരിപ്പിൻ്റെ അളവിലായിരിക്കണം നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നത്. ഇനി ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാം. അപ്പം ഞാൻ നമ്മുടെ കുക്കറൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 വിസിലാവുന്ന വരെ നമുക്ക് കാത്തു നിൽക്കാം. ഞാൻ ഇത് തുറന്നപ്പോൾ ഏകദേശം ഒരു 3/4 വേവോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ഒരു ഉരുളിയിലേക്ക് മാറ്റിയെടുക്കാൻ പോവുകയാണ്. പായസ ഉരുളിയിലേക്ക് മാറ്റിയെടുക്കാൻ പോവുകയാണ്. ഇത് ഞാൻ അതിൽ 2-ാം പാൽ ഒഴിച്ചു കേട്ടോ. ആ 2-ാം പാലിൽ കിടന്ന് നമ്മുടെ ഈ ചെറുപയർ പരിപ്പൊന്ന് വേവട്ടെ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അവിടെ നിന്ന് നല്ല രീതിയിൽ തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് നല്ലോണം തിളച്ചു. അതിന് ഞാൻ ഇപ്പോൾ ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിക്കുന്നത്. നല്ല മധുരം ചേരുന്ന നല്ല ശർക്കരപ്പാനിയാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. ആ ശർക്കരപ്പാനി ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ തന്നെ അതിൽ കളർ ചേഞ്ച് വരും. അപ്പം നമ്മുടെ പായസം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല ശർക്കര തിളച്ച് മറിയുന്നുണ്ട്. അപ്പം നല്ലോണം തിളയ്ക്കട്ടെ. അപ്പം ഞാൻ നമ്മുടെ ഒരു പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മിൽമ നെയ്യ്. അതിൽ നമ്മൾ നേരത്തെ എടുത്ത തേങ്ങാക്കൊത്ത് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നിറം മാറി വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ഞാൻ നമ്മുടെ 1-ാം പാൽ ഒഴിക്കുന്നത്. ആദ്യം 2-ാം പാലായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ 1-ാം പാലാണ് ഒഴിക്കുന്നത്. ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തേങ്ങ നിറം മാറി വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ തേങ്ങ കൊത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു നിറം കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം കുട്ടമ്മ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇത്തിരി കട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പുറത്തെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ കുട്ടമ്മ നല്ല സൂപ്പർ കുട്ടന്മാരായി വന്നിട്ടുണ്ട്, ചുവന്ന കുട്ടന്മാരായി വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് നമ്മുടെ തേങ്ങ കുട്ടന്മാരെ പോലെ കാഷ്യൂ നട്ടിനെ നമ്മൾ നല്ല ചുവന്ന കുട്ടന്മാരാക്കി എടുക്കണം.
എടുക്കണം. ഓവർ ആവണ്ട, എന്നാലും ആവശ്യത്തിനുള്ള ചുവപ്പൊക്കെ ആക്കി എടുക്കണം. ഇതുവരെ നമുക്ക് നമ്മുടെ മിൽമ നെയ്യിൽ നല്ലോണം നമ്മളിത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കാഷ്യൂനട്ട് ഇവിടെ ചുവന്ന നിറത്തിലായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഏലക്കയും ജീരകം പൊടിച്ചതും നമ്മുടെ പായസത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങാ കൊത്തും കൂടി നമ്മുടെ പായസത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ കാഷ്യൂ നട്ടിനെയും നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായസം ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പായസം റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. പായസത്തിലൊരു തുള്ളി ഓർമ്മകളുടെ നിത്യമധുരമാകട്ടെ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.